ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അമൽ ഹെവൻസ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് മൂന്നാറിലാണ്. മൂന്നാർ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന സൈറ്റ് സീയിങ് പ്ലേസസിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർഫാളുകളെ കുറിച്ചാണ്. ഒരുപാട് വാട്ടർഫാൾ ഉണ്ട് മൂന്നാർ. ലക്കം വാട്ടർഫാൾ, അതുപോലെ റിപ്പിൾ വാട്ടർഫാൾ, ചീയപ്പാറ, അതുപോലെ നമ്മുടെ വാളറ വാട്ടർഫാൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആറ്റുകാട് വാട്ടർഫാളിനെ കുറിച്ചാണ്. ഒരു ഹിഡൻ സ്പോട്ടിലാണ് ഈ ആറ്റുകാട് വാട്ടർഫാൾ ഉള്ളത്. എല്ലാവർക്കും അങ്ങോട്ട് അറിയുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റുകാട് വാട്ടർഫാളിൻ്റെ ലൊക്കേഷനും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാറത്തെ അതിമനോഹരമായ ഒരു വാട്ടർഫാൾ. ആറ്റുകാട് എന്നാണ് ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് വരുന്നത് കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു വാട്ടർഫാളിലേക്ക് എത്തിച്ചേരാം. ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിലും ഒക്കെ ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരാം. എല്ലാവർക്കും കൂടുതലും അറിയാവുന്ന വാട്ടർഫാളുകളാണ് റിപ്പിൾ വാട്ടർഫാൾ, അതുപോലെ ലക്കം വാട്ടർഫാൾ, ചീയപ്പാറ, വാളറ വാട്ടർഫാളൊക്കെ. മൂന്നാർ വരുന്നവരും മൂന്നാർ വന്ന് സൈറ്റ് സീയിങ്ങിന് പോകുന്ന സമയത്തൊക്കെ കാണുന്ന വാട്ടർഫാൾസാണ്. പക്ഷേ ഈ ആറ്റുകാടിനെ കുറിച്ച് അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് ആറ്റുകാട് വാട്ടർഫാളിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സ്പോട്ട് നമ്മുടെ മൂന്നാറത്തെ മെയിൻ ഡെസ്റ്റിനേഷൻസിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടായതുകൊണ്ട് എല്ലാവരും ഒന്നും ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആറ്റുകാട് വാട്ടർഫാൾ വളരെ മനോഹരമായിട്ടൊരു വാട്ടർഫാളാണ്. നമുക്ക് മൂന്നാർ വരുന്നവർക്ക് വന്ന് കണ്ടിരിക്കേണ്ട ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഈ കാണുന്ന ഒരു പാലത്തിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആറ്റുകാട് വാട്ടർഫാൾ കാണാനായിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്നവർ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് ട്രാവലറോ മിനി ബസ്സോ ഒന്നും ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പർ സൈഡിലേക്ക് വരില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് വേണം ഇത് കാണാനായിട്ട് വരാൻ കേട്ടോ. ഞങ്ങൾ വന്നത് ഒരു മഴയുള്ള സമയത്തായതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു വാട്ടർഫാളിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ വാട്ടർഫാൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരും അതുപോലെ മഴ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒരു ജൂൺ ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലൊക്കെ വരാൻ നോക്കും. ആ ഒരു ടൈമിലായിരിക്കും എല്ലാ വാട്ടർഫാൾസും നല്ല ലൈവായിട്ട് നല്ല അടിപൊളി ആംബിയൻസിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ടുള്ള സമയം കേട്ടോ. എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളീസ് മാത്രമേ ഈ ഒരു വാട്ടർഫാൾ ചൂസ് ചെയ്യാതിരിക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെയും കർണാടകയിൽ നിന്ന് വന്നവർ ഒരുപാട് പേരെ കണ്ടു നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഗൂഗിളിൽ നോക്കി വാട്ടർഫാൾസ് ബെസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കറക്റ്റ് വന്ന് കാണുന്നുണ്ട്. ഹിഡൻ സ്പോട്ടുകളൊക്കെ വന്ന് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളീസൊക്കെ കൂടുതൽ വരുന്നതും എല്ലാവരും മെയിൻ റോഡ് വഴി കാണാനുള്ള മെയിൻ ഡെസ്റ്റിനേഷൻസൊക്കെ കണ്ടങ്ങ് തിരിച്ചു പോവാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണെങ്കിൽ ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ്, ഇവിടെ ഒരു വീടും കടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇതൊരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ, ഈ ഒരു വാട്ടർഫാളിൻ്റെ വ്യൂ കിട്ടും. അതിനൊരു ചെറിയ ചാർജൊക്കെ അവർ ഈടാക്കുന്നുണ്ട്. അതുപോലെ ടീ കോഫി കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഫ്രഷപ്പ് ആവണമെങ്കിൽ വാഷ്റൂമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു വാട്ടർഫാളിനോട് ചേർന്ന്. ഇവിടെ വന്ന് നമുക്ക് സ്വിം ചെയ്യാമെന്നും പറഞ്ഞ് ആരും വരണ്ട. ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അത്ര സേഫ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾ അല്ല. നമുക്ക് വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമാണ് കേട്ടോ ഈ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മൂന്നാർ ടൂർ വരുമ്പോൾ നമ്മുടെ ഈ ആറ്റുകാട് വാട്ടർഫാൾ കാണുന്നവരും മറക്കണ്ട കേട്ടോ. അതുപോലെ മൂന്നാർ വരുമ്പോൾ കാണാനായിട്ടുള്ള മറ്റ് സൈറ്റ് സീയിങ് പ്ലേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. കാണാത്തവർ അതും പോയി കാണണം. ഈ ഒരു വാട്ടർഫാളിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്